പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു മനുഷ്യനാക്കുന്ന സ്റ്റേജിലോട്ടാണ് ഇനി കഥ പോകുന്നത്. അങ്ങനെ ദേവ്യാനിയുടെ ലിവറിന് തകരാറുണ്ടെന്ന സത്യം ദേവ്യാനി മനസ്സിലാക്കാൻ പോവുകയാണ്. അങ്ങനെ ദേവ്യാനി വീണ്ടും നയനയെ അങ്ങനെ കുത്തി നോക്കുകയാണ്. ആ സമയത്താണ് ദേവ്യാനിക്ക് പെട്ടെന്നൊരു ശ്വാസതടസ്സവും തളർച്ചയും ഒക്കെ വരുന്നത്. പിന്നീട് ദേവ്യാനി പൂർണ്ണമായി അബോധാവസ്ഥയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഡോക്ടർ പറയുകയാണ് ദേവ്യാനിയുടെ വൃക്കയ്ക്ക് തകരാറായിരിക്കുന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വൃക്ക മാറ്റിവെക്കണം എന്നൊക്കെ പറയുകയാണ്. അതേസമയം ദേവ്യാനിയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആളുടെ വൃക്ക തന്നെ കിട്ടണമല്ലോ. അങ്ങനെ ജയനോട് ഡോക്ടർ പറയുകയാണ് പെട്ടെന്ന് തന്നെ ഒരാളെ കിട്ടണം, അല്ലെങ്കിൽ ദേവ്യാനിയുടെ അവസ്ഥ വളരെ മോശമാവും. ഇത് കേൾക്കുമ്പോൾ ജയനും ആദർശ് ഞെട്ടിത്തരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആദർശ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ദേവയാനിയോട് ഇക്കാര്യം മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ദേവയാനിയോട് പറയണം എന്നൊക്കെ തോന്നൽ ജയനും വരികയാണ്. അങ്ങനെ ജയൻ ദേവയാനിയുടെ അടുത്തേക്ക് പോവുകയാണ്. എല്ലാ കാര്യങ്ങളും ദേവയാനിയോട് തുറന്നു പറയുന്നുണ്ട് ജയൻ. ദേവയാനി, നിന്റെ ലിവറിന് കാര്യമായ തകരാറ് സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നിനക്ക് ലിവർ തരാൻ ഒരാളെ കണ്ടെത്തണം എന്നൊക്കെ പറയുകയാണ് ജയൻ. ഇത് കേൾക്കുമ്പോൾ ദേവ്യാനിക്കാണെങ്കിൽ ആകെ വിഷമമാവുന്നുണ്ട്. ഈശ്വര, ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ തോന്നൽ ദേവ്യാനിയുടെ ഉള്ളിൽ വരികയാണ്. സ്വപ്നത്തിൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു മാരകമായ രോഗം തന്നെ പിടിപെട്ടിരിക്കുന്നു എന്ന ചിന്ത ദേവ്യാനിയുടെ ഉള്ളിൽ വരികയാണ്. ഇതേ സമയം ദേവ്യാനി ജയനോട് പറയുകയാണ്, ജയേട്ട, എനിക്ക് ജീവിക്കണം, എൻ്റെ കുഞ്ഞുമായി ജീവിച്ചിട്ട് എനിക്ക് കൊതി തീർന്നില്ല എന്നൊക്കെ പറയുകയാണ്. ദേവ്യാനി പറയുന്നത് കേട്ടപ്പോൾ ജയനാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദേവ്യാനി, നീ വിഷമിക്കേണ്ട, നിന്റെ വൃക്ക മാറ്റി വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, അത് നിന്റെ ബ്ലഡ് ഗ്രൂപ്പിനോട് യോജിക്കുന്ന ഒരാളെ കിട്ടണം. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് കടന്നു വരുന്നത്. ആദർശിനെ കണ്ടതും ദേവ്യാനി പൊട്ടിക്കരയുകയാണ്. മോനെ, എനിക്ക് ജീവിതത്തിലേക്ക് കടന്നു വരണം, അതുകൊണ്ട് എനിക്ക് പറ്റിയ ഒരാളെ നീ കണ്ടെത്ത് എന്നൊക്കെ പറഞ്ഞ് ദേവ്യാനി പൊട്ടിക്കരയുകയാണ്. ദേവ്യാനി പറയുന്നത് കേട്ട് ആദർശിനാണെങ്കിൽ സങ്കടം സഹിക്കാനാവാതെ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ദേവ്യാനിക്ക് വൃക്ക കൊടുക്കുവാൻ പറ്റിയ ഒരാളെ കിട്ടുകയാണ്. അങ്ങനെ ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ ഒരു ഡേറ്റ് പറയുകയും അനന്തപുരിയിലുള്ള എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും അനന്തപുരിയിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ദേവ്യാനിക്ക് വൃക്ക കൊടുക്കുന്ന ആ സർജറി നടക്കുകയാണ്. അപ്പോൾ വൃക്ക തരാം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അവരെയാണെങ്കിൽ കാണുന്നില്ല. അങ്ങനെ ഒത്തിരി സമയം കഴിഞ്ഞിട്ട് വൃക്ക കൊടുക്കാം എന്ന് പറഞ്ഞ ആളെ കാണുന്നില്ല. ഡോക്ടർ ആദർശിനോട് പറയുകയാണ്, നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ ആദർശ് ഫോൺ വിളിക്കുന്നുണ്ട്, പക്ഷെ അവർ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ആദർശ് വീണ്ടും വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുക്കുകയാണ്. ഞാൻ ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് എത്താറായി എന്ന് പറയുകയാണ് അവര്. അങ്ങനെ അവര് ഹോസ്പിറ്റലിലേക്ക് കയറി വരികയാണ്. അതേസമയം ഡോക്ടർ അവരോട് ചോദിക്കുകയാണ്, സർജറി ചെയ്യാൻ തീരുമാനിച്ച ആ സമയത്താണോ കയറി വരേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് ഡോക്ടർ. അപ്പോൾ അവർ സോറി എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നമുക്ക് ഫോൺ വിളിച്ചെങ്കിലും കാര്യമൊന്നും പറയാമായിരുന്നു, നിങ്ങളെ കാണാനായിട്ട് ഇവിടെ എല്ലാവരും എന്ത് ടെൻഷനായെന്നോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, പക്ഷേ അക്കാര്യം ഫോണിൽ പറഞ്ഞിട്ട് ഒരു പ്രശ്നത്തിന് വഴിയൊരുക്കേണ്ട എന്ന് കരുതിയാണ് ഞാനിപ്പോൾ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല, ഓപ്പറേഷന് മുമ്പ് നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റുകളുണ്ട്, അതുകൊണ്ട് വേഗം വാ എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ അവർ പറയുകയാണ്, അക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, പേഷ്യൻറ്റിന് എൻ്റെ വൃക്കകൾ തരാൻ ഞാൻ തയ്യാറല്ല. ഇത് കേൾക്കുന്ന ജയനും ആദർശും മുത്തശ്ശനും മുത്തശ്ശിയെല്ലാം ഞെട്ടിപ്പോവുകയാണ്. എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? സമയം ഡോക്ടറും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ വൃക്ക തരാൻ തയ്യാറല്ലെന്നോ, എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? പേഷ്യന്റിന്റെ അവസ്ഥ ഓരോ ദിവസം കൂടുന്തോറും മോശമായി വരികയാണ്. അവസാന സമയത്താണോ നിങ്ങൾ ഇക്കാര്യം പറയേണ്ടത്? ഓരോ ദിവസം കൂടുന്തോറും പേഷ്യന്റിന്റെ അവസ്ഥ വളരെ മോശമാകുകയാണ്, മരണം വരെ സംഭവിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഈ സമയത്ത് ഇക്കാര്യം നിങ്ങൾ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ. അപ്പോൾ അവർ പറയുകയാണ്, സോറി, എന്നോട് ക്ഷമിക്കണം, ഏതൊരാളും സ്വന്തം ശരീരത്തിലെ അവയവം തരുന്നത് അവരുടെ ഗതികേട് കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഒരിക്കലും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട ഉടനെ ആദർശ് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ചോദിച്ച പണം തരാമെന്ന് പറഞ്ഞതാണ്, പിന്നെ എന്താണ് പ്രശ്നം? ആ പറഞ്ഞ പണം മതിയാവില്ല എങ്കിൽ എത്ര വേണമെങ്കിലും കൂട്ടിത്തരാൻ തയ്യാറാണ് എന്നൊക്കെ പറയുകയാണ് ആദർശ്. അപ്പോഴേക്കും മുത്തശ്ശനും പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിൽ തരാം, ഞങ്ങളുടെ ദേവ്യാനി തിരിച്ചു വന്നാൽ മാത്രം മതി. അപ്പോൾ അവർ പറയുകയാണ്, സോറി, എൻ്റെ മക്കൾക്ക് അച്ഛനില്ല, എൻ്റെ ലിവർ കൊടുത്തിട്ടെങ്കിലും മക്കളെ പൊന്നുപോലെ നോക്കാമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ എനിക്ക് എൻ്റെ കുട്ടികളെ നോക്കാൻ പുതിയൊരു മാർഗം വന്നിട്ടുണ്ട്. എൻ്റെ കുട്ടികളുടെ അച്ഛനെ പോയി, പിന്നെ ഞാനും കൂടി പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു വൃക്ക നിങ്ങൾക്ക് തന്നാൽ എൻ്റെ മറ്റേ വൃക്കയ്ക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലോ? നിങ്ങൾ പണമുള്ളവരാണ്, ഈ വൃക്ക മാറ്റി വെക്കലൊന്നും നിങ്ങൾക്കൊരു പ്രശ്നവുമുള്ള കാര്യമല്ല, പക്ഷെ എൻ്റെ കയ്യിലാണെങ്കിൽ പണമില്ല, ഒരു വൃക്കയുമായിട്ടൊന്നും എനിക്ക് നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അവർ.
അത് കേൾക്കുന്ന ഡോക്ടർക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. ഈ സമയത്താണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ പേഷ്യൻറ്റിന് അത്രയും ഗുരുതരാവസ്ഥയിലാണ്. ഇപ്പോഴാണ് നിങ്ങൾ ഇക്കാര്യം പറയുന്നത് എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ. കേൾക്കുമ്പോൾ അവരാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നോടൊന്നും വിചാരിക്കരുത്, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്താണ് ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയുന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദർശും ജയനും ആകെ ടെൻഷൻ ആവുകയാണ്. ഈശ്വര, ഇനി എന്ത് ചെയ്യും എന്നൊരു ടെൻഷൻ അവരുടെ ഉള്ളിൽ വരികയാണ്. എന്നാൽ ജലജ ഇത് കേട്ട ഉടനെ തന്നെ വേഗം തന്നെ ദേവയാനിയുടെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവയാനി ആകെ തകർന്നു പോവുകയാണ്. ഈശ്വര, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന ഭാവത്തിൽ ദേവയാനി നോക്കി നിൽക്കുകയാണ്. ദേവയാനി ആകെ സങ്കടം സഹിക്കാതെ പൊട്ടിക്കരയുകയാണ്. അപ്പോഴേക്കും അവിടെ ഡോക്ടർ എത്തുകയാണ്. ഞാനീ ആദർശൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. ദേവയാനി കരയുന്നത് കാണുമ്പോൾ ആദർശാണെങ്കിൽ ആകെ നെഞ്ച് പൊട്ടിപ്പോവുകയാണ്. അപ്പച്ചി, എന്താണ് നിങ്ങൾ എൻ്റെ അമ്മയോട് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ്. അങ്ങനെ ദേവയാനി പറയുകയാണ്, ജലജ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഒരിക്കലും ജീവിതത്തിൽ വരാൻ പറ്റില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ദേവയാനി. ഇത് കേൾക്കുമ്പോൾ ഞാൻ പറയുകയാണ്, ഇല്ല അമ്മേ, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതേസമയം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവയാനി തൻ്റെ നിറക്കണ്ണുകളോടെ ഞാനെ ഇങ്ങനെ ദയനീയമായി നോക്കുകയാണ്. അമ്മ ഒരിക്കലും കരയരുത്, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അവർക്കല്ലേ ലിവർ തരാൻ പറ്റാത്തത്? എൻ്റെ ലിവർ ഞാൻ അമ്മയ്ക്ക് തരും. എൻ്റെ ഒരു ലിവർ എൻ്റെ അമ്മയ്ക്ക് തന്നാലും എനിക്ക് ജീവിക്കാമല്ലോ. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ലിവർ തരുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന ഡോക്ടർ പറയുകയാണ്, അതൊരിക്കലും ശരിയാവില്ല, നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് നയന. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ലിവർ കൊടുത്തൊന്നും സഹായിക്കാൻ പറ്റില്ല, അവളുടെ മേൽ കത്തി വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ. കേൾക്കുമ്പോൾ നയന പറയുകയാണ്, എൻ്റെ ആദർശേട്ടൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മയാണ്. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ലിവർ കൊടുക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എല്ലാം ഞാൻ സഹിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുകയാണ് നയന. കേൾക്കുമ്പോൾ എല്ലാവരും വന്ന് എട്ടുകയാണ്. കുറച്ചു മുമ്പ് ദേവയാനി അനാമികയോടും ചോദിച്ചിരുന്നു, അനാമികയെ, നീ എന്നെ രക്ഷിക്കില്ലേ? എൻ്റെ അതേ ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ നിനക്ക്, അതുകൊണ്ട് നീയേ എനിക്കൊരു അഭയമുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു ദേവയാനി. അത് കേൾക്കുമ്പോൾ അനാമിക മറുപടി പറഞ്ഞത്, എന്താ വല്യമ്മ ഈ പറയുന്നത്? ബ്ലഡ് കാണുമ്പോൾ തന്നെ ഞാൻ തല മിന്നി വീഴും, ഞാൻ എങ്ങനെയാണ് സർജറി ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അനാമിക ഒഴിഞ്ഞു മാറുമ്പോൾ അനാമികയുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കുകയാണ് ദേവയാനി. ഇതേസമയം ആദർശ് നയനയെ പുറത്തേക്ക് കൊണ്ടുപോയി പറയുകയാണ്, നയനെ, നീ ചെയ്യുന്നത് വിഡ്ഢിത്തരമാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ആദർശയുടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഒരാൾക്ക് വേണ്ടി ഈ ഒരു നല്ല പ്രവൃത്തി ഞാൻ ചെയ്തുവെങ്കിൽ എനിക്ക് യാതൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുകയാണ് നയന. അങ്ങനെ നയനയുടെ നിർബന്ധത്തിൽ വഴങ്ങി ആദർശം മനസ്സോടെ ഓപ്പറേഷന് വേണ്ടി സമ്മതിക്കുകയാണ്. അങ്ങനെ നയനയെ സർജറിക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. ആ സമയത്താണ് കനകയും ഗോവിന്ദനും നന്ദുവും എല്ലാം ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. നയനയെ സർജറിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് കനകയും ഗോവിന്ദനും നന്ദുവും ആണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. എന്താണ് എൻ്റെ മോൾക്ക് പറ്റിയത്, എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഗോവിന്ദ, എല്ലാ കാര്യവും ഞാൻ നിങ്ങളോട് പറയാം, പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. ദേവയാനിയുടെ ലിവറിന് കാര്യമായിട്ടുള്ള തകരാറുണ്ട്, അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് ലിവർ കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ കഴിയൊഴിഞ്ഞു. ആ സമയത്ത് എല്ലാവരും വലിയ ടെൻഷനിലായിരുന്നു. ആ സമയം നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ദേവയാനിക്ക് ലിവർ കൊടുക്കാമെന്ന തീരുമാനമെടുത്തത്. ഇപ്പോൾ സർജറിക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. എൻ്റെ മോളുടെ കണ്ടീഷൻ വളരെ മോശമാണ്, അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല, അവളുടെ പെറ്റമ്മയാണ് ഞാൻ എന്നൊക്കെ പറയുകയാണ് കനക. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് കനക. ഇല്ല അമ്മ, എനിക്കൊന്നും സംഭവിക്കില്ല, അമ്മയുടെ മോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഒരാളുടെ ജീവൻ രക്ഷിച്ചു എന്ന് കരുതി എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ആ സമയത്ത് ഗോവിന്ദൻ പറയുകയാണ്, എന്തിനാ മോളെ ഇനി ഇങ്ങനെ ഒരു അവിവേകം ചെയ്യുന്നത്? വേണ്ട മോളെ, നീ എടുത്തു ചാടി ഓരോന്നും ചെയ്യല്ലേ, ഈ അച്ഛന് എൻ്റെ മോളെ നഷ്ടമാകോ എന്നൊക്കെ പറയുകയാണ് ഗോവിന്ദൻ. അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എനിക്ക് അച്ഛൻ്റെ പ്രാർത്ഥന മാത്രം മതി എന്നൊക്കെ പറയുകയാണ് ഞാൻ സർജറിക്കായിട്ട് പോവുകയാണ്. ദേവയാനിയുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നുണ്ട് നയന പിന്നെ മരണത്തിലേക്കാണ് പോകുന്നത്. മരണത്തിലേക്ക് പോയ നയനെ ആദർശ് അത്ഭുതകരമായി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കിടിലൻ എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അതോടുകൂടിയാണ് ദേവയാനി തൻ്റെ മരുമകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്.